നമസ്കാരം. ഗൾഫ് വാർത്തകളുമായി നിഷി മണികണ്ഠൻ. ഗൾഫ് മേഖലയിലേക്ക് ചെലവ് കുറഞ്ഞ വിമാന സർവീസുകൾ നടത്തുന്ന എയർ അറേബ്യ പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ചു. സൂപ്പർ സീറ്റ് സെയിൽ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഡിസ്കൗണ്ട് ഓഫറിലൂടെ 1.5 ലക്ഷം ടിക്കറ്റുകൾ വിൽക്കുമെന്ന് എയർ അറേബ്യ അറിയിച്ചു. ഇന്ത്യയിൽ നിന്ന് ഷാർജ, അബുദാബി, റാസൽ ഖൈമ എന്നിവിടങ്ങളിലേക്ക് 5677 രൂപ നിരക്കിൽ ടിക്കറ്റുകൾ ലഭിക്കുമെന്ന് കമ്പനി അറിയിച്ചു. മെയ് 5 വരെയാണ് ഈ ഓഫർ. 2024 ഒക്ടോബർ 27 മുതൽ അടുത്ത വർഷം മാർച്ച് 29 വരെയുള്ള കാലയളവിലേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള ടിക്കറ്റാണ് ലഭിക്കുക. കേരളത്തിലെ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് വിമാനത്താവളങ്ങളിൽ നിന്ന് ഷാർജ, അബുദാബി, റാസൽ ഖൈമ വിമാനത്താവളങ്ങളിലേക്കുള്ള യാത്രകളും 5677 രൂപ മുതലുള്ള ഓഫർ ടിക്കറ്റിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ മുംബൈ, ഡൽഹി, അഹമ്മദാബാദ്, ജയ്പൂർ, നാഗ്പൂർ, കൊൽക്കത്ത, ഗോവ, ബാംഗ്ലൂരു, ഹൈദരാബാദ്, ചെന്നൈ, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്നും ഇതേ ടിക്കറ്റ് നിരക്കാണുള്ളത്. കഴിഞ്ഞ ദിവസമുണ്ടായ മഴയെ തുടർന്ന് വിമാനങ്ങൾ റദ്ദാക്കിയതുവഴി രാജ്യത്ത് നിന്ന് കാലാവധിക്ക് മുൻപ് മടങ്ങാനാകാത്ത സന്ദർശക ഫാമിലി വിസക്കാരിൽ നിന്ന് ഓവർസ്റ്റേ പിഴ ഈടാക്കുന്നില്ലെന്ന് റിപ്പോർട്ട്. ഈ മാസം 16 മുതൽ 18 വരെ റദ്ദാക്കിയ ദുബായിൽ നിന്നുള്ള വിമാനങ്ങളിലെ യാത്രക്കാർക്ക് ഓവർസ്റ്റേ പിഴ ഒഴിവാക്കിയതായി GDRF അറിയിച്ചു. 2023 പുതുക്കിയ വിസ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് തങ്ങുന്നവർക്ക് പ്രതിദിനം 50 ദിർഹം പിഴ ചുമത്തി വന്നിരുന്നു. മഴയ്ക്ക് ശേഷമുള്ള ആദ്യ പ്രവൃത്തി ദിനമായ ഇന്നലെ ദുബായിൽ വൻ ഗതാഗതക്കുരുക്ക്. പല എമിറേറ്റുകളിൽ നിന്നും ദുബായിലേക്കുള്ള റോഡുകൾ സഞ്ചാരയോഗ്യമല്ലാത്തതും തിരക്ക് വർദ്ധിപ്പിച്ചു. ധാരാളം വാഹനങ്ങൾക്ക് കേടുപാട് പറ്റിയത് കാരണം പലരും പൊതുഗതാഗതത്തെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെട്രോ സ്റ്റേഷനിലടക്കം വൻ തിരക്കായി. അതോടെ ദുബായ് മെട്രോ റെഡ് ലൈനിൽ 4 സ്റ്റേഷനിൽ പ്രവർത്തനം തടസ്സപ്പെട്ടു. പല പ്രധാന റോഡുകളിലും വാഹന ഗതാഗതം മന്ദഗതിയിലായിരുന്നു. മണിക്കൂറുകളോളം യാത്രക്കാർ റോഡുകളിൽ കുടുങ്ങിയ അവസ്ഥയായിരുന്നു. കനത്ത മഴയും മോശം കാലാവസ്ഥയും നിലനിന്നിരുന്ന കഴിഞ്ഞ ആഴ്ചയിലെ എല്ലാ ട്രാഫിക് നിയമലംഘനങ്ങളും ഒഴിവാക്കിയതായി ഷാർജ പോലീസ് അറിയിച്ചു. ഷാർജ പോലീസിലെ കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ സെയ്ഫ് സാരി അൽ ഷംസിയാണ് ഇക്കാര്യം അറിയിച്ചത്. ശക്തമായ മഴയെ തുടർന്ന് അസാധാരണ സാഹചര്യങ്ങൾ നിലനിന്നിരുന്നു. മഴയെ തുടർന്ന് റോഡുകളിലും പാർക്കിംഗ് സ്ഥലങ്ങളിലും വെള്ളം കയറി വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. റോഡരികിലും മറ്റും ദിവസങ്ങളോളം നിരവധി വാഹനങ്ങളാണ് കുടുങ്ങിയത്. എമിറേറ്റിൽ ദുരിതമനുഭവിക്കുന്ന എല്ലാവർക്കും നാശനഷ്ടം സംബന്ധമായ സർട്ടിഫിക്കറ്റുകൾ സൗജന്യമായി നൽകുമെന്നും ഷാർജ പോലീസ് അറിയിച്ചു. പോലീസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ്, സ്മാർട്ട് ആപ്പ് എന്നിവ വഴി അപേക്ഷകൾ സമർപ്പിക്കാം. ഗ്ലോബൽ വില്ലേജിൽ 12 അതിൽ താഴെയും പ്രായമുള്ളവർക്ക് സൗജന്യ പ്രവേശനം അനുവദിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 28ാം പതിപ്പിന്റെ അവസാന ആഴ്ചയിൽ കൂടുതൽ കുടുംബങ്ങളെ ആകർഷിക്കാനാണ് കുട്ടികൾക്ക് സൗജന്യ പ്രവേശനം അനുവദിച്ചത്. 6 മാസം നീണ്ടുനിന്ന ആഘോഷരാവുകൾക്ക് ഈ വരുന്ന ഞായറാഴ്ചയാണ് സമാപനമാകുക. ഒമാനിൽ വിദേശ നിക്ഷേപകരെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയിൽ മലയാളികൾ ഉൾപ്പെടെ 3433 പേർക്ക് ദീർഘകാല വിസ നൽകിയതായി ഒമാൻ. ആഭ്യന്തര ഉൽപ്പന്നങ്ങളുടെ വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി വിദേശ നിക്ഷേപകരെ ആകർഷിക്കാനാണ് ദീർഘകാല വിസ ആരംഭിച്ചത്. ഇതിനായി 2021 ഒക്ടോബർ മുതൽ മന്ത്രാലയത്തിന്റെ പോർട്ടൽ വഴി അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയിരുന്നു. 5-10 വർഷത്തേക്കുള്ള വിസകളാണ് ഒമാൻ അനുവദിക്കുന്നത്. UAE ഗോൾഡൻ വിസ പദ്ധതിക്ക് സമാനമായാണ് ഒമാൻ നിക്ഷേപകരെ ആകർഷിക്കാൻ ദീർഘകാല വിസ പദ്ധതിക്ക് തുടക്കമിട്ടത്. ഖത്തറിൽ ചെക്ക് ഇൻ കഴിഞ്ഞ് ഗേറ്റിലെത്തിയ യാത്രക്കാരിയെ വിമാനത്തിൽ കയറ്റാതിരുന്ന സംഭവത്തിൽ 20,000 റിയാൽ നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി വിധി. യാത്രക്കാരി നൽകിയ പരാതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ട്രേഡ് കോടതിയാണ് വിധി പറഞ്ഞത്. യാത്ര നിഷേധിച്ചതുകൊണ്ടുണ്ടായ സാമ്പത്തിക നഷ്ടത്തിനും മാനസിക പ്രയാസങ്ങൾക്കും പകരമായാണ് നഷ്ടപരിഹാരം നൽകാൻ കോടതി വിധിച്ചത്. നടപടി നേരിടേണ്ടി വന്ന വിമാന കമ്പനിയുടെ പേര് പുറത്തുവിട്ടിട്ടില്ല. ബിനാമി ഇടപാടുകൾ തടയുന്നതിന് കർശന പരിശോധനയുമായി സൗദി. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ 248 ബിനാമി ഇടപാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റുകൾ, നിർമ്മാണ കമ്പനികൾ, വാഹന വർക്ക്ഷോപ്പുകൾ, ട്രാവൽ ഏജൻസികൾ, ഫാർമസികൾ എന്നിവയിലെല്ലാം പരിശോധന നടത്തുന്നുണ്ട്. ബിനാമി ഇടപാടിൽ ഏർപ്പെടുന്നവർക്ക് 5 വർഷം വരെ തടവും 5 ലക്ഷം റിയാൽ വരെ പിഴയും ശിക്ഷയായി ലഭിക്കും. കൂടാതെ കള്ളപ്പണം പിടിച്ചെടുക്കുകയും സ്ഥാപനം കണ്ടുകെട്ടുകയും ചെയ്യും. രാജ്യത്തെ സാമ്പത്തിക അവസ്ഥയെ സംരക്ഷിക്കാനാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതോടെ ഗൾഫ് വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.